സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർക്കണം, ലൈക്ക് എടുക്കണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ടൊരു ഷേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണായി തുടങ്ങി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ആ ഭാഗം മാറ്റിയിട്ട് ഈ ഒരു ബ്രൗൺ കളർ അവിടെ ഉണ്ടാവണം കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കണത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ അതേ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചക്കക്കുരു ഒരു 3 വിസിലാട്ടോ വിളിച്ചത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മളെ ചക്കക്കുരൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. നമ്മളിത് പാലൊഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കിയ പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ. ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ കൂടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ചെറിയ ചങ്ക്സ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നമ്മൾ ചക്കക്കുര വിചാരിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡിഫറെൻറ്റ് രീതിയിൽ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. Okay, bye. See you.